നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. തെരഞ്ഞെടുപ്പിൽ കത്തി ഡീൽ ആരോപണം. പിണറായി വിജയൻ ബിജെപിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കെ.സി. വേണുഗോപാൽ. ഡീൽ പൊളിക്കുമെന്ന് വി.ഡി. സതീശൻ. പാലക്കാടും ഏറ്റുമാനൂരും ഡീലെന്ന് ചെന്നിത്തല. കോലീബി സഖ്യം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി. അവിശുദ്ധ സഖ്യം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് എന്നും ആരോപണം. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നു. കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പത്രികാ സമർപ്പണം റോഡ് ഷോയോടെ. സമയപരിധി ഇന്ന് 3 മണിക്ക് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെ. രമേശ് പിഷാരടിയെ അധിക്ഷേപിച്ചതിൽ ഖേദവുമായി തോമസ് ഐസക്. പറഞ്ഞത് രാഷ്ട്രീയമാണെന്നും ഐസക്. പരിഹാസത്തിന് നേരിട്ട് മറുപടി പറയാനില്ലെന്ന് രമേശ് പിഷാരടി. സമരം ചെയ്താൽ കിട്ടുന്ന കാര്യമല്ല. പിഷാരടി കോമഡി ഷോ ചെയ്യുന്ന കലാകാരൻ മാത്രമെന്ന് CPM ജില്ലാ സെക്രട്ടറി. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കാൻ കോൺഗ്രസ്. കവർന്ന സ്വർണം എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ള ആരോപണം LDFനെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിൽ പത്മജ വേണുഗോപാലിന്റെ പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കും. പാലക്കാടും പ്രധാനമന്ത്രി എത്തും. സ്വരാജ് റൌണ്ടിൽ 900 മീറ്റർ ദൂരം റോഡ് ഷോ. സാദിഖ് അലി തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വ്യാജ ആരോപണമെന്ന പരാതി. മുസ്ലിം ലീഗിന്റെ പരാതിയിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. സാദിഖ് അലി തങ്ങളെ പിന്തുണച്ച് KT ജലീലും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരത്തിനില്ല. UDFനെ പിന്തുണയ്ക്കും. വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ പിന്തുണ LDFന്. പൊതു സ്വതന്ത്രനെ നിർത്താനുള്ള വെൽഫെയർ നിർദ്ദേശം കോൺഗ്രസ് തള്ളി. വാർത്തയിലേക്ക് വിശദമായി. ഡീൽ ആരോപണം പ്രചരണ രംഗത്ത് സജീവമാവുകയാണ്. CPM BJP ധാരണയെന്ന കോൺഗ്രസിന്റെ ആരോപണം നിഷേധിച്ച മുഖ്യമന്ത്രി കോലീബി സഖ്യം വീണ്ടും ഓർമ്മിപ്പിച്ചാണ് രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധി അടക്കം കടന്നാക്രമിച്ചാണ് പിണറായി വിജയന്റെ നീക്കം. എന്നാൽ കൂടുതൽ മണ്ഡലങ്ങളിൽ BJPയുമായി CPM ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസ് കൂടുതൽ ശക്തമാക്കുകയാണ്. കോൺഗ്രസും UDFും എല്ലാ ഘട്ടത്തിലും RSSുമായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓർക്കുന്നുണ്ടാവുമല്ലോ. കോലീബി സഖ്യം എന്തായിരുന്നു? കോലീബി സഖ്യം. പക്ഷെ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ആ കൂട്ടുകെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കും ഇന്ന് നിയമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്? പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അദ്ദേഹത്തിന്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയാ, അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. RSSന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSSന്റെ കൂടെ പിന്തുണയോടുകൂടിയല്ലേ. അപ്പൊ ഞങ്ങളെ ചരിത്രമൊന്നും
മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കേണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ല? ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് കാര്യമാണ് തെളിയിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. രണ്ട്, കേരളം മതേതര കേരളമാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ ഈ രാജ്യത്തോട് വിളിച്ചു പറയും. ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഡീലും നടക്കൂല. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണല്ലോ. അദ്ദേഹം BJPയുടെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. CPMന്റെ ക്യാപ്റ്റനായിട്ട് അവരുടെ ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷെ ഇപ്പം BJPയുടെ ക്യാപ്റ്റനാണെന്ന് സംശയിക്കേണ്ടി വരും. ഇദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞതാണ് നാക്കാർക്കും വാടക കൊടുക്കരുത്. ഇദ്ദേഹത്തിന്റെ നാക്ക് ഇപ്പം BJPക്ക് വേണ്ടി വാടക കൊടുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും ആക്രമണം നടത്തേണ്ട കാര്യം എന്താണ്? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്ന ആരാണ്? BJP. അതേ ഉത്തരവാദിത്വം, അതേ കാര്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ആക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. ഇത് ക്ലിയർ കൊട്ടേഷനാണ്. BJPയുടെ. അത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഡീല്. കാരണം ഡീലില്ലാതെ മുഖ്യമന്ത്രിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബന്ധുക്കളെയും സ്വന്തക്കാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോഡിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം, പാർട്ടി താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ആശയങ്ങളെയും അടിയറ വെക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇത്രയേറെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. BJPക്ക് ചെയ്യുന്ന NDAക്ക് ചെയ്യുന്ന ഓരോ വോട്ടും CPMനെ സഹായിക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ ഭൂരിപക്ഷവും ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണ്, ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. അതിനെ തടയിടാൻ വേണ്ടിയാണ് പാലക്കാടും ഏറ്റുമാനൂരും ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും BJPയും CPMും തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അറിയപ്പെടാത്ത സ്ഥാനാർത്ഥികൾ 22 സീറ്റാണ് 2020ക്ക് നൽകിയിരിക്കുന്നത്. ആരാണ് ഈ 22? രണ്ടുപേരും നോമിനേഷൻ പോലും കൊടുക്കാൻ പറ്റും. BD ജയസേന സ്ഥാനാർത്ഥികൾ. ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഡീലാണ്. കേരളത്തിൽ UDF ഗവൺമെന്റ് വരാതിരിക്കാൻ 2021 ചെയ്തതുപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ് CPMും BJPയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്ത് ഡീലുണ്ടായാലും ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഡീൽ ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. അതേസമയം കോലീബി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിനുള്ള CPMന്റെ മറുപടി. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഡീൽ ആരോപണം UDF കടുപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി എത്തുന്നത് തന്നെ അതിന്റെ സൂചനയാണ് എന്നതാണ് നേതാക്കൾ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിവാദ വിഷയമായി, രാഷ്ട്രീയ വിഷയമായി ഡീൽ മാറുകയാണ്. കൃത്യമായൊരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുകയാണ് UDF ചെയ്തത്. CPM BJP ഡീലുണ്ട് 10ഓളം മണ്ഡലങ്ങളിലെന്ന ആരോപണം ആദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നു. പിന്നീട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ആ ഡീൽ ആരോപണം ഏറ്റുപിടിക്കുന്നു. മറുപടിയുമായി CPM നേതാക്കളും ഇന്ന് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തുന്നു. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ തമ്മിലാണ് ഡീൽ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. CPM BJP ഡീൽ എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഡീൽ കോൺഗ്രസും BJPയുമായിട്ടാണ്. നേരത്തെ തന്നെ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് കൂടിയായിരുന്ന NS നുസൂറാണ് ആദ്യം ഒരു ആരോപണം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവും അതുപോലെ തന്നെ അരുവിക്കരയും കോൺഗ്രസ് അനുകൂലമാവുകയും നിയമം BJP സംസ്ഥാന അധ്യക്ഷരെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഡീൽ നടക്കുന്നുവെന്നൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. പിന്നാലെ CPMനെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു. CPM നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് BJP ഡീലാണുള്ളത്, BJP ആകട്ടെ CPM കോൺഗ്രസുമായി ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം. ഏതായാലും ഡീലുണ്ട്, അത് ആരൊക്കെ തമ്മിലെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. വരും ദിവസങ്ങളിലും ഈ ഡീൽ ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കപ്പെടും. 2020 സ്ഥാനാർത്ഥികൾ വളരെ ദുർബലമായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചതിന് പിന്നിലും CPMനെ സഹായിക്കാൻ, കോൺഗ്രസിനെ സഹായിക്കാൻ BJPയെ സഹായിക്കുന്ന ആരോപണം ഇതിനകം ഉയർന്നു വരുന്നുണ്ട്. അത്തരം ആരോപണങ്ങളും പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഡീൽ ആരോപണം ശക്തമായി തന്നെ ഉയർന്നു വരും. കോലീബി സഖ്യമെന്ന പഴയ ആരോപണം പൊടിതട്ടിയെടുത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് CPM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടി നൽകിയത്. മാത്രമല്ല നേമത്ത് അക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു, അക്കൗണ്ട് പൂട്ടിച്ചത് എങ്ങനെയെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അത്തരത്തിൽ 2
രണ്ട് പക്ഷവും ഈ പരസ്പരം ഡീൽ ആരോപണം ഉന്നയിക്കുന്ന BJPയും അതിന്റെ ഭാഗമാവുകയാണ്. തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായി തെരഞ്ഞെടുപ്പിന്റെ തുടക്ക സമയത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വരെയുള്ള സമയത്ത് ഡീൽ ആരോപണം ഉയർന്നു വരികയാണ്. കോൺഗ്രസ് ഉയർത്തിവിട്ട ഒരു ആരോപണം അതിപ്പോൾ എല്ലാ മുന്നണികളും പരസ്പരം പഴിചാരി ആരോപണം ഉന്നയിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി മുന്നിൽ നിൽക്കും. ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് തങ്ങൾക്ക് ആശങ്കയുള്ളത് അത്തരം മണ്ഡലങ്ങളിലാണ് മൂന്ന് തീർച്ചയായും അരുൺ, ഈ ഡീൽ മുന്നണികളും ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ നേട്ടമാർക്ക് എന്നൊരു ചോദ്യമുണ്ടല്ലോ. UDF തന്നെ വളരെ ആസൂത്രിതമായ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു എന്നതാണ് ഡീൽ ആരോപണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. VD സതീശൻ അത് ആരോപണമായി ഉന്നയിക്കുന്നു. മറ്റ് നേതാക്കൾ അരുൺ സൂചിപ്പിച്ചതുപോലെ അത് ഏറ്റുപിടിക്കുമ്പോൾ ഇപ്പോൾ CPM അതിലേക്ക് വരികയാണോ? ഇന്നലെ TP രാമകൃഷ്ണൻ, MV ഗോവിന്ദൻ തുടങ്ങിയവർ ഈ കാര്യങ്ങളിൽ പ്രതികരിച്ച് ശക്തമായി രംഗത്തെത്തുന്നു. കോലീബി സൂചിപ്പിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുമ്പോൾ UDF നിശ്ചയിച്ച അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ഒരു സൂചന കൂടി അത് തരുന്നുണ്ടോ? പാലക്കാട് രമേശ് പിഷാരടിക്കെതിരെ ഒരു സ്ഥാനാർത്ഥി, അതൊരു ന്യൂനപക്ഷ സമുദായത്തിലെ സ്ഥാനാർത്ഥിയെ CPM അവതരിപ്പിച്ചതാണ് കോൺഗ്രസിന് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ കരുതുന്ന ഒരു കാര്യം. അവിടെയാണ് ഈ ഡീൽ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരാൻ കാരണം. അവിടെ NMR റസാഖിനെ അവതരിപ്പിച്ചത് BJP വിജയിപ്പിക്കാൻ വേണ്ടി. സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകൾ പിരായിരിയിലെയും പാലക്കാട്ടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും UDFിലേക്ക് പോകേണ്ടതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം അത് അങ്ങനെയാണ് സംഭവിച്ചത്. വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ കാരണം ആ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒന്നടങ്കം UDFിനൊപ്പം നിന്നതാണ്. ഈ റസാഖ് വരുന്നതോടുകൂടി ആ വോട്ട് ബാങ്കിൽ ഭിന്നിപ്പുണ്ടാകുമെന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട്. അവിടെയാണ് കോൺഗ്രസ് ഒരു ഡീൽ ആരോപണം മണക്കുന്നതും സംശയം മണക്കുന്നതും ആരോപണവുമായി രംഗത്ത് വന്നതും. അവിടെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥി, അതും പ്രത്യേകിച്ച് അവിടെ സ്വാധീനമുള്ള ഒരാൾ വരുമ്പോൾ അത് തങ്ങളുടെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് അവർ അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടാം സ്ഥാനത്ത് അവിടെ എത്താൻ ഇടതുമുന്നണിക്ക് ആയിട്ടുണ്ട്. ആ വോട്ട് വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇടതു വോട്ടുകൾക്കൊപ്പം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ലഭിക്കാവുന്ന വോട്ടുകൾ കൂടി വന്നാൽ അവിടെ ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന പ്രതീക്ഷ CPMനുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ അത്തരമൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതെന്ന് CPMും പറയുന്നു. അതിൽ തുടങ്ങിയ ഒരു തർക്കമാണ് ഡീൽ ആരോപണമായി സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരം സഖ്യങ്ങളുണ്ട്, രഹസ്യ സഖ്യങ്ങളുണ്ടെന്ന് കോൺഗ്രസിനെ കൊണ്ട് ആരോപിക്കുന്നതും അതിന് മറുപടിയുമായി CPM രംഗത്ത് എത്താനുള്ള കാരണമൊക്കെ 10 മണ്ഡലങ്ങളിലെങ്കിലും ഇത്തരമൊരു രഹസ്യ സഖ്യമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വട്ടിയൂർക്കാവും നിയമവും ഒക്കെ ചൂണ്ടിക്കാട്ടി CPMും അതിന് മറുപടി പറയുന്നുണ്ട്. T20 സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് തന്നെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനാണ്, അവിടെ BJPക്കുള്ള വോട്ടുകൾ കൂടി ഇടതുമുന്നിലേക്ക് പോകാനാണെന്ന ആരോപണമാണ് കോൺഗ്രസ് ക്യാമ്പ് ആ വിഷയത്തിലും ഉന്നയിക്കുന്നത്. രമേശ് ചെന്നിത്തലയാണ് അത്തരമൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് എന്ന കൃത്യമായ വിവരം ഇത്തരത്തിൽ ഈ ദുർബല സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് വരുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും? ഏതായാലും പാലക്കാട് കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കുന്നതാണ്. അവിടെ ഒരു ന്യൂനപക്ഷ സമുദായത്തിലൊരു സ്ഥാനാർത്ഥി വന്ന്, പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. അവർ അവിടെ വരുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തിലെ വോട്ടുകൾ കൂടി ഭിന്നിച്ചു പോയാൽ അത് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട്. അതിൽ നിന്നാണ് ഈ ഡീൽ ആരോപണം ഇപ്പോൾ ഉടലെടുത്തെന്ന് വേണം കരുതാൻ. കൂടുതൽ കത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അത് ആർക്ക് ഗുണം ചെയ്യുമെന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടുന്നതാണ്. 10 മണ്ഡലങ്ങളിലെങ്കിലും ഡീൽ ഉണ്ട് എന്നതാണ് UDF ആരോപിക്കുന്നത്. അതേസമയം കോലീബി ചൂണ്ടിക്കാട്ടിയാണ് അതിനെ തിരിച്ചടിക്കാൻ CPM ശ്രമിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് 3 മണിക്ക് അവസാനിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാൽനടയായി പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക VD സതീശൻ സമർപ്പിച്ചത്. മണി ഒന്ന് ക്യാമറ വലിക്കണം. ഇവിടെ തന്നെ പറയാം.
സന്തോഷമുണ്ട്. കാരണം ഈ കെട്ടിവെക്കാനുള്ള പണം നൽകിയിരിക്കുന്നത് സംരക്ഷണ സമിതിയാണ്, നിരവധി സമര സമിതിയാണ്. നിരവധി വർഷങ്ങളായി നീതിക്ക് വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടം, പാവങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തിൽ ഞാനും പങ്കാളിയാണ്. ഞാനും നിരവധി പ്രാവശ്യം അവിടെ സന്ദർശിച്ച സമരത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. UDF തിരിച്ചു വരുമ്പോൾ, അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വാച്ചിമട പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാരം ഉറപ്പായി ഉണ്ടാക്കും. ആ വിശ്വാസത്തിലാണ്. ഇത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ തന്ന പണമാണ്, വാച്ചിമടയിലെ പാവപ്പെട്ട ജനങ്ങൾ തന്ന പണമാണ്. ഞാനിത് കെട്ടിവെക്കാനുള്ള പണമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാനിതൊരു വലിയ തുകയായി അവരുടെ മുഴുവൻ പിന്തുണയും സ്നേഹവും എന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അതിന്റെ സമരസമിതിക്ക് ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. PJ ജോസഫിനൊപ്പം എത്തിയാണ് മകൻ അബു ജോൺ ജോസഫ് പത്രിക നൽകിയത്. PK ഫിറോസ്, VS ശിവകുമാർ, ഉമാ തോമസ്, KM അഭിജിത്ത്, PV അൻവർ, തളിപ്പറമ്പിലെ CPM വിമത സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ എന്നിവർ പത്രിക നൽകി. LDF നേതാക്കളായ AK ശശീന്ദ്രൻ, GR അനിൽ, സുധീർ കരമന, NDA സ്ഥാനാർത്ഥികളായ B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശബരിമലയിൽ സർക്കാർ നിലപാട് കൃത്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണക്കൊള്ള ആരോപണം LDFനെ ബാധിക്കില്ല. A പത്മകുമാറിനെ പാർട്ടി ചുമതലകളിൽ നിന്ന് നീക്കി. SIT അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലില്ല. അക്കാര്യം ഹൈക്കോടതി തന്നെ വ്യക്തമാക്കി. ശബരിമല പ്രചാരണ വിഷയമാക്കണമോ എന്ന് പാർട്ടികൾക്ക് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. LDF സർക്കാർ കൃത്യതയോടെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ചുമതലയിൽ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. സാധാരണ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഇവിടെ അന്വേഷണം നടന്നു. ഇവർ ചിലർ പ്രതികളായി, പറഞ്ഞ പത്മകുമാറടക്കമുള്ള ആളുകളും ജയിലിലായി. ആ ജയിലിലായ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വരേണ്ടിയിരുന്നു. കുറ്റപത്രം വരട്ടെ എന്ന് ഞങ്ങൾ കാത്തു നിന്നു. പക്ഷേ കുറ്റപത്രം വരാൻ വൈകി. പത്മകുമാറിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയ ഉടനെ ഞങ്ങൾ ചെയ്തത് അദ്ദേഹത്തെ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണം എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന് ചെന്നിത്തല ചോദിച്ചു. ശബരിമലയെ സംബന്ധിച്ചുണ്ടായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഒന്നും ഇതുവരെ പ്രതികരിച്ചില്ല എന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. അപ്പോൾ ശബരിമലയിലെ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം എവിടെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന അപൂർവങ്ങളായ ഈ സ്വർണം എവിടെ പോയി എന്ന് എന്തുകൊണ്ട് SIT കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അത് ഒരു വലിയ പ്രശ്നമായി കേരളത്തിലെ ഭക്തജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പത്തനംതിട്ട സന്ദർശിക്കുന്നത്. ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രി പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടിയിരിക്കുന്നു. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ പരിഹസിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച് CPM നേതാവ് തോമസ് ഐസക്. കലാകാരനെ അപമാനിക്കാൻ ശ്രമിച്ചില്ലെന്നും താൻ പറഞ്ഞത് രാഷ്ട്രീയമാണെന്നുമായിരുന്നു ഐസക്കിന്റെ പ്രതികരണം. LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ വിമർശനം രാഷ്ട്രീയമാണ്. ഇന്ന് ലോകത്തെയും രാജ്യത്തെയും കേരളത്തിലെയും ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മധ്യേഷ്യയിലെ പ്രതിസന്ധിയാണെന്ന്. അവിടുത്തെ ആ പ്രതിസന്ധിയെക്കുറിച്ച്, പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, കോൺഗ്രസിന് നിലപാടുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായിട്ട് അവിടെ പാലസ്തീനിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തിനാ കടുപിടിക്കുന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയമില്ലായ്മയില്ലേ അതിനെ വിമർശിച്ചത്. ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ട് മതനിരപേക്ഷ ശക്തികളുടെ വോട്ട് കിട്ടുമോ അവിടെ പാലക്കാട്? അങ്ങനെ ജനങ്ങള് LDFിലേക്ക് മാറുമ്പോ LDFന്റെ ഡീലെന്നും പറഞ്ഞു വരിക.
അവിടെ കോൺഗ്രസിനെ ഒന്നും വിജയിപ്പിക്കാനുള്ള അച്ചാരമൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ, തോപ്പിക്കാനാണ്. UDF നിന്ന് വോട്ട് മാറുമ്പോൾ 2ാം സ്ഥാനത്തുള്ള LDF വരാമെന്ന്. LDF ജയിക്കാൻ പോണത്. അവിടെ തോൽവിയുടെ സമ്മതമാണ് ഈ ഡീൽ വാദം. തോമസ് ഐസക്കിന്റെ പരാമർശത്തിൽ മനോവിഷമം ഉണ്ടായിട്ടില്ല എന്നും സീനിയർ നേതാവായ തോമസ് ഐസക് തന്നോട് ക്ഷമാപണം നടത്തേണ്ടിയിരുന്നില്ല, തന്നെ അരസംഖി എന്നല്ലേ പറഞ്ഞത്, ഒരു സംഖി എന്ന് പറഞ്ഞില്ലല്ലോ എന്നും രമേശ് പിഷാരടി പ്രതികരിച്ചു. ആ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതിന് അത്ര ഇല്ലായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞെങ്കിലും ആ മനോവിഷമമായെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനോവിഷമമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ അതിൽ അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. കോമാളി വേഷം കെട്ടുന്ന നടന്മാരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് വോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിന്റെ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലെത്തും. NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ പ്രചാരണത്തിനായാണ് മോദി എത്തുന്നത്. റോഡ് ഷോയിൽ പങ്കെടുക്കും. പാലക്കാടും പ്രധാനമന്ത്രി പ്രചാരണം നടത്തും. സ്വരാജ് റൌണ്ടിൽ 900 മീറ്റർ ദൂരം റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും. സാദിഖ് അലി തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വ്യാജ ആരോപണമെന്ന പരാതിയിൽ കേസെടുത്തു. മുസ്ലിം ലീഗ് പരാതിയിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരമാണ് കേസ്. സാദിഖ് അലി തങ്ങൾക്കെതിരായ പ്രചാരണത്തിൽ കുടുംബത്തിന് വലിയ പ്രയാസമുണ്ടെന്ന് മുനവർ അലി തങ്ങൾ പറഞ്ഞു. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും മുനവർ അലി തങ്ങൾ പ്രതികരിച്ചു. അല്ല, അതൊക്കെ വെറും ഫേക്കാണെന്നും അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അതിൽ സ്വാഭാവികമായും ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ തേജോധം ചെയ്യുമ്പോൾ പ്രയാസമുണ്ടാവും. പക്ഷെ അത് രാഷ്ട്രീയപരമായും നിയമപരമായും നമ്മൾ നേരിടും. അതിനുവേണ്ട എല്ലാ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോസ്റ്റിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിയമപരമായുള്ള ഏത് നീക്കുപോക്കുകളാണോ സാധുതമായത് ആ രീതിയിൽ അതിനെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. സാദിഖ് അലി തങ്ങളെ പിന്തുണച്ച് KT ജലീലും രംഗത്തെത്തി. സാദിഖ് അലി തങ്ങളെ അപമാനിക്കാനുള്ള ശ്രമങ്ങളിൽ കരുതിയിരിക്കണമെന്നാണ് KT ജലീലിന്റെ പോസ്റ്റ്. പുനലൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്തിൽ കരിയോയിൽ ഒഴിച്ചു. അതേസമയം പുനലൂരിലെ വിമത ഭീഷണിയിൽ UDFന് ആശ്വസിക്കാം, വിമതനാകാനില്ല എന്ന് സഞ്ജയ് ഖാൻ അറിയിച്ചു. KC വേണുഗോപാൽ നേരിട്ട് വിളിച്ചതിന് പിന്നാലെയാണ് പിന്മാറ്റം. SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ നടപടിയിൽ വെള്ളാപ്പള്ളി നടേശന് ആശ്വാസം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. അപ്പീലിൽ എതിർ കക്ഷികൾക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ നോട്ടീസ്. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുകയാണ്. പ്രകാശ്, തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷമാണ് ആശ്വാസമാകുന്നത് വെള്ളാപ്പള്ളി നടേശന്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രേണുക, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ സിംഗിൾ ബെഞ്ച് SNDP യോഗം ഭാരവാഹി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഉള്ളവരെ നീക്കിയിരുന്നു. ഈ ഉത്തരവ്, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്താണ് വെള്ളാപ്പള്ളി നടേശൻ അടക്കം ഡിവിഷൻ ബെഞ്ചിൽ സമീപിച്ചത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ കേസ് അപ്പീലിലെ അന്തിമ ഉത്തരവിന് വിധേയമായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പീലിൽ എതിർകക്ഷികൾക്ക് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. 3 മാസത്തിനകം മറുപടി സത്യവാങ്മൂലം നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പീൽ ജൂൺ 20 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേൾക്കും. ശരി, ജൂൺ 20 വിശദമായ വാദം കേൾക്കാൻ മാറ്റിയിരിക്കുകയാണ്. അതുവരെ ഈ വിധി സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. എന്തായാലും താൽക്കാലികമായി വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഇപ്പോഴത്തെ തീരുമാനം. വിവരങ്ങളാണ് ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നൽകിയത്. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട 6 പള്ളികളുടെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ വിധി ഇന്ന്. മതവിഭാഗത്തിലെ തർക്കം പരിഹരിക്കാൻ പള്ളികൾ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം നൽകാൻ കോടതികൾക്ക് കഴിയുമോ എന്നതിലും ഡിവിഷൻ ബെഞ്ച് വിധി പറയും. ഇരു സഭകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഹൈക്കോടതി മുന്നോട്ട് വെച്ചേക്കും.
ഡാനി പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട 6 പള്ളികളുടെ കാര്യത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വരാനിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ വിധി പറയുന്നത്. ഈ 6 പള്ളികൾ, യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുക എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കുക. നേരത്തെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയിലേക്ക് വന്നപ്പോൾ സർക്കാർ തന്നെയും ഇതിന് നിലപാട് അറിയിക്കുക എന്ന കാര്യങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. പക്ഷേ ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പലപ്പോഴും ഈ പള്ളികളുടെ കൈമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള ക്രമസമാധാന വിഷയങ്ങളിലേക്ക് പോകുന്നപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അടക്കമുണ്ട് എന്നത് ഹൈക്കോടതിയിലടക്കം സർക്കാർ ബോധിപ്പിച്ചു. പിന്നീടാണ് ഇത് സുപ്രീം കോടതിയിലടക്കം നീങ്ങുകയും ചെയ്യുന്നത്. അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതിയോട് തന്നെ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാനായിട്ട് നിർദ്ദേശം നൽകുന്നത്. അതുമാത്രവുമല്ല, അന്നത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഈ പള്ളികൾ പൂട്ടി അതിൻ്റെ താക്കോല് ജില്ലാ ഭരണകൂടത്തിൻ്റെ കൈവശം സൂക്ഷിക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രായോഗികമാണോ? പള്ളികൾ അങ്ങനെ സർക്കാരിന് സൂക്ഷിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിരുന്നു. ഈ കാര്യങ്ങളിലടക്കം തീരുമാനം വേണം. ഇതിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസൃതമാണ് വീണ്ടും ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധനയിലേക്ക് വരികയും ചെയ്യുന്ന ഹൈക്കോടതിയുടെ പരിശോധനയിലേക്ക് വരികയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഈ കോടതി വിധി എന്തായാലും അത് നിർണായകം തന്നെയാണ്. നമുക്കറിയാം, നേരത്തെയും ഈ വിധി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ പലപ്പോഴും അത് ക്രമസമാധാന വിഷയങ്ങളിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, സർക്കാർ ഇതിൻ്റെ ഒരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളിൽ കുറേ മുന്നോട്ട് പോക്ക് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാലും ഇരു സഭകളും തമ്മിലുള്ള വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് തന്നെയാണ് കോടതിയും ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും ഈ ഉത്തരവിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമായിരിക്കും ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യങ്ങളിൽ വിധി പറയുക. ശരി, എന്തായാലും വളരെ നിർണായകമായ ഒരു വിധിയായിരിക്കും ഈ കാര്യത്തിൽ ഉണ്ടാവുക. അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയാണ്. 2 മണിക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ കോടതിയുടെ തീർപ്പുണ്ടാവുക. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കളമശ്ശേരിയിൽ യുവതിയെ ആക്രമിച്ച് പണവും ആഭരണങ്ങളും കവർന്ന കേസിൽ വഴിത്തിരിവ്. പ്രതി ലക്ഷ്യമിട്ടത് പീഡനമെന്ന് പോലീസ്. പത്തടിപ്പാലത്ത് ജോലി ചെയ്യുന്ന പാലക്കാട് അഗളി സ്വദേശിയാണ് പ്രതി. പെൺകുട്ടിയിൽ നിന്ന് നഷ്ടമായ ആഭരണങ്ങളും സ്വർണവും കണ്ടെടുക്കാൻ ശ്രമം തുടരുന്നതായി കൊച്ചി DCP ഷഹൻ ഷാ പറഞ്ഞു. ലേഡിയിൽ നിന്നും അജീവിതയിൽ നിന്നും മൊബൈൽ ഫോണും അതുപോലെ തന്നെ അജീവിതയുടെ ജ്വല്ലറിയും കവർച്ച ചെയ്യുകയുണ്ടായി. കൂട്ടുകാരെ ഒന്നിച്ച് മദ്യപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ നമ്മുടെ അജീവിത വഴി വരികയുണ്ടായിരുന്ന അജീവിതയുടെ കയ്യിൽ നിന്നും പണവും അതുപോലെ തന്നെ അജീവിതയെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പ്രതി തീരുമാനിക്കുകയും ഒരു ഇൻസിഡൻറ്റ് നടക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതിലൂടെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും നമുക്ക് ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ വെരിഫിക്കേഷനും കിട്ടുകയുണ്ടായി. പ്രതിയുടെ സ്വദേശം പാലക്കാട് അഗളി വീട്ടിൽ നിന്നും പിടിക്കാൻ നേരം പ്രതിയുടെ കയ്യിൽ നിന്നും കവർച്ചയ്ക്ക് യൂസ് ചെയ്ത വണ്ടിയും അതുപോലെ തന്നെ ഈ അജീവിതയുടെ മൊബൈൽ ഫോണും റിക്കവർ ചെയ്യുകയുണ്ടായി. ഇനി യുദ്ധവാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറാനിലെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടും എന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KS സ്റ്റാർമർ. അബുദാബിയിൽ തകർന്ന മിസൈൽ അവശിഷ്ടം പതിച്ച് ഇന്ത്യക്കാരന് പരിക്കേറ്റു. കൂടുതൽ കലുഷിതമാകുകയാണ് യുദ്ധ സാഹചര്യങ്ങൾ. പിന്നോട്ടില്ല എന്നതിന്റെ സൂചനകളാണ് ഇറാൻ നൽകുന്നത്. 48 മണിക്കൂർ സമയം അനുവദിച്ച ട്രംപിന്റെ നടപടി തള്ളുന്നു ഇറാൻ എന്ന് മനസ്സിലാക്കുന്നു. ഹോർമുസിൽ കൂടുതൽ ഫീ ഈടാക്കി മുന്നോട്ട് പോവുക എന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി ഇറാൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, 48 മണിക്കൂർ സമയം നൽകിയ ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇറാൻ ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചനകളാണോ നൽകുന്നത്? പൂർണ്ണമായും അടച്ചിടും ആക്രമണം തുടർന്നാൽ എന്ന ഒരു ഭീഷണി കൂടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെ നമ്മൾ എങ്ങനെ കാണണം?
രേണുക, ഇറാൻ പൂർണ്ണമായും ട്രംപിന്റെ ഈ ഭീഷണിയെ അല്ലെങ്കിൽ അന്ത്യശാസനത്തെ തള്ളിക്കളയുകയാണ് എന്ന് മാത്രമല്ല അതിനെ പരിഹസിച്ചുകൊണ്ട് ഇറാനിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ ട്വീറ്റുകൾ അടക്കം പുറത്തു വരികയും ചെയ്യുന്നു. 48 മണിക്കൂറിനുള്ളിൽ, ഇന്ന് മാർച്ച് 23 ഇന്നാണ് അത് അവസാനിക്കുന്നത്, 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണം, ഇല്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കു നേരെ, വൈദ്യുത നിലയങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടാവും, അത് പൂർണ്ണമായും തകർക്കുമെന്നാണ് പറയുന്നത്. ആണവ വൈദ്യുത നിലയങ്ങളടക്കമാണ് ഇറാനിൽ പ്രധാനമായിട്ടുള്ളത്. ആണവ വികിരണത്തിനടക്കം സാധ്യതയുള്ളതാണ്. അത്തരമൊരു ആക്രമണം ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇത് വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെയും സഖ്യകക്ഷികളുടെയും കുടിവെള്ളം മുട്ടിക്കും എന്നാണ് ഇറാന്റെ ഭീഷണി. ആ ഭീഷണിക്ക് മറ്റൊരു തലം കൂടിയുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഈ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലൊക്കെ തന്നെ, ഈ രാജ്യങ്ങളിലൊക്കെ കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് ശുദ്ധജലമാക്കി മാറ്റുന്നത്. ഇത്തരം വലിയ പ്ലാന്റുകളുണ്ട്. ഇത്തരം പ്ലാന്റുകളൊക്കെയും തകർക്കണമെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്ലാന്റുകൾ തകർക്കാൻ അവരുടെ മിസൈൽ ശേഷി കൊണ്ട് കഴിയും. അത്തരം പ്ലാന്റുകൾ തകർത്തു കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് വലിയ ക്ഷാമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെയൊക്കെയും ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ ഇറാൻ മറ്റൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് അത്തരം ഒരു ആലോചനയിൽ കൂടിയാണ്. ചില കപ്പലുകളെയൊക്കെ അവർ ഇപ്പോഴും കടത്തിവിടുന്നുണ്ട്. അങ്ങനെ കടത്തിവിടുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ടോൾ പിരിക്കുക എന്നൊരു നിർദ്ദേശം കൂടി വെക്കുന്നു. കാരണം ഇത് ഹോർമൂസ് കടലിടുക ഇറാന്റേതാണ് എന്നുള്ള ഒരു അവകാശവാദം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിൽ ഈ അന്താരാഷ്ട്ര ജലപാതയിലൂടെ കടന്നു പോകുന്നതിന് ഏതെങ്കിലും തരത്തിൽ ടോൾ ഏതെങ്കിലും രാജ്യം പിരിക്കുന്നില്ല. പല രാജ്യങ്ങളുടെയും നിയന്ത്രണത്തിലാണ് ഈ ഏത് തീരപ്രദേശമാണോ വരുന്നത് ആ രാജ്യങ്ങളായിരിക്കും സ്വാഭാവികമായും അവിടെ നിയന്ത്രണം ഉണ്ടാവുക. പക്ഷേ ടോൾ പിരിക്കുന്ന ഒരു ഇടപാടില്ല. അങ്ങനെ ടോൾ പിരിച്ചു കഴിഞ്ഞാൽ ഈ ഹോർമൂസ് കടലിടുക്കിന്റെ അവകാശികളായി ഇറാൻ മാറുന്നു എന്നുള്ളത് കൂടിയാണ്. പ്രധാനപ്പെട്ട കപ്പലുകളെ കടത്തിവിടുകയും ആ ടോൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്തായാലും പശ്ചിമേഷ്യയിലെ മറ്റ് ഈ വിഷയത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഇറാനെ ആഗോളതലത്തിൽ അനുകൂലിക്കുന്ന റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ളത്. പക്ഷേ റഷ്യ മറ്റൊന്നും കൂടി പറയുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെ നിലവിൽ പശ്ചിമേഷ്യയുടെ സാഹചര്യങ്ങൾ പരിശോധിക്കണം, അതിന്റെ സാഹചര്യത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് പറയുന്നു. ജപ്പാനും സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അഭിപ്രായം പറയാനില്ല. ജപ്പാന്റെ കപ്പലുകളൊക്കെ കടത്തിവിടുന്നുണ്ട് ഇറാൻ അങ്ങനെ തന്ത്രപരമായി പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ, ഇന്ത്യയുടെ, റഷ്യയുടെ, ജപ്പാന്റെ ഒക്കെ കപ്പലുകൾ കടത്തിവിടുന്നുണ്ട്. അമേരിക്കയുടെയും യുഎസിന്റെയും യുകെയുടെയും പക്ഷത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഒഴികെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ശക്തികളുടെ ഒക്കെ കപ്പലുകളെ ഹോർമൂസ് കടലിടുക്ക് കടന്ന് വഴി മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ തന്ത്രപരമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രധാനപ്പെട്ട ഈ കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത കാരണം ലോകത്താകമാനം ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയുമൊക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങാനുള്ള സാധ്യതകളും അതിനെ എങ്ങനെ നേരിടണം എന്ന് സംബന്ധിച്ച് യോഗം ചേർന്നിരുന്നു. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ തലവൻ തന്നെ പറയുന്നത് ലോകത്തെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഊർജ്ജക്ഷാമത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ധന വിലയിൽ വലിയ വർധനവിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട്. ഓഹരി വിപണികൾ, നിരവധി ഏഷ്യൻ രാജ്യങ്ങളിലടക്കം ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടാകുന്ന അവസ്ഥയുണ്ട്. അത്തരം ലോക സാഹചര്യം കൂടിയാണ് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നത്. യുദ്ധം കൂടുതൽ കടുക്കുന്നതിന്റെ സൂചനകളാണ് ഇറാൻ നൽകുന്നത്. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന സൂചനകൾക്ക് പിന്നാലെയാണ് ട്രംപ് 48 മണിക്കൂർ സമയം അനുവദിച്ചത്. അത് പൂർണ്ണമായും തള്ളുന്ന നിലയിലാണ് ഇറാന്റെ പ്രതികരണങ്ങൾ വരുന്നത്. ആർ കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തന്റെ സ്ഥാനാർത്ഥിത്വമല്ല, മങ്കടയിൽ ഇടതുപക്ഷത്തിന് വിജയമാണ് പ്രധാനമെന്ന് മങ്കടയിൽ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച MP അലവി. മഞ്ഞളാംകുഴി അലിയെ തോൽപ്പിക്കുകയാണ് പ്രധാനം. തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു നിരാശയുമില്ല എന്നും MP അലവി ന്യൂസ് 18നോട് പറഞ്ഞു. മങ്കടയിൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ശ്രീ MP അലവിയാണ് എന്നോടൊപ്പം ചേരുന്നത്. സഖാവ്, രാഷ്ട്രീയ സാഹചര്യങ്ങൾ പെട്ടെന്നാണ് മങ്കടയിൽ മാറ്റം വന്നത്. ഇന്നലെ കുന്നത്ത് മുഹമ്മദ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അദ്ദേഹത്തെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്താണ് ഈ സാഹചര്യം? മുഹമ്മദ് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. LDFിൻ്റെ പിന്തുണ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർട്ടി സെൻറ്ററാണ്, അത് മങ്കട കമ്മിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പത്രസമ്മേളനം ഉണ്ടാവാനാണ് സാധ്യത. കാരണം എന്താ പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിത്വം തന്നെ പ്രഖ്യാപനം ഞങ്ങൾ തീരുമാനിച്ചതല്ലല്ലോ. മൊത്തത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ DC ഇരിക്കുന്ന സമയത്ത് അജണ്ട വെച്ച് അതിനകത്ത് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ PB മെമ്പർ പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഈ മങ്കടയിലെ മുൻതൂക്കം എന്തിനാണ്? വിജയസാധ്യതയ്ക്ക് തന്നെയല്ലേ? വിജയസാധ്യതയ്ക്കാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ മങ്കട മാത്രമല്ല, ജില്ലക്കകത്ത്
ഇപ്പോൾ പിന്നെ ഏകദേശം ഞങ്ങൾക്ക് തോന്നുന്നതാണ് നിലവിലിപ്പോൾ UDF ഞങ്ങളും തമ്മിൽ ഏകദേശം ഒരു 5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് കേരളത്തിൽ. ഈ 5 ലക്ഷത്തിലധികം വരുന്ന വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിൽ പിന്നെ മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ അതെങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്നുള്ളത് നോക്കേണ്ടത് ഞങ്ങളും കൂടി ബാധ്യതയാണ്. ഒന്ന്. രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ നാട്ടിലെ ജനങ്ങൾക്കും ഇല്ല. സ്വാഭാവികമായിട്ടും വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭരണകക്ഷി MLA മങ്കടിയിൽ നിന്നുണ്ടാകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്കറിയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ 10 വർഷത്തിൻ്റെ അടിയിൽ ഇപ്പോൾ 3 തവണ ഞങ്ങൾ കൊണ്ടുവരുന്ന ആൾ നിലവിലുള്ള MLA, ഒരു തവണ തോറ്റു, 2 തവണ അയാൾ പിന്നെ MLA ആയി. പക്ഷേ ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ ഈ നേരിട്ട് മംഗള MLA മണ്ഡലത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വരെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കിയിട്ടുള്ള വിവരം നമ്മളെ മുമ്പിലില്ല. അതേസമയത്ത് മൂപ്പര് ഞങ്ങളെ കൂടുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അലി MLA ആകുന്ന സമയത്ത് ഇവിടെ ഒക്കെ ആ രീതിയിലേക്ക് വന്നു. അതിലൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് അത് ഇല്ല. അതാണ് ഇതിൻ്റെ സത്യം. എന്നാൽ ഈ നാട്ടുകാരോടൊക്കെ മൂപ്പര് പറയുന്നുണ്ട് പൈസ ഇല്ല സർക്കാരിൻ്റെ അടുത്ത്, പിന്നെ എവിടെ നിന്ന് ഉണ്ടാക്കണം, ഇതങ്ങനെ നടന്ന് പറയണേ വെറുതെ. അതിൽ പിന്നെ വളരെ മോശമായിട്ട് ഞങ്ങളൊക്കെ മനസ്സിലാക്കി ഈ മുഖ്യമന്ത്രിയൊക്കെ വളരെ പിന്നെ മോശമായിട്ട് ആളിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വെറുതെ പ്രതികരിച്ച ആളുകൾ ഫണ്ട് തരുന്നില്ല എന്നുള്ളത്. ഇയാളെ തോൽക്കണം എന്നുള്ളത് ജയിച്ചത് ഇവിടുന്നാണ്, മങ്കടിയിൽ നിന്ന്. ഈ മങ്കടിയിൽ വെച്ചിട്ട് പിന്നെ അത് അവസാനിപ്പിക്കുക എന്നുള്ള ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരെയും കൂടി ദൗത്യമാണ്. അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് തീരുമാനം എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാവും. നിരാശയുണ്ടോ അവർക്ക്? നമുക്ക് ഒരു നിരാശയില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞാനിത് തുടങ്ങിയിട്ട് 45 കൊല്ലം കഴിഞ്ഞു. 1977 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ആളാണ്. അതിൻ്റെ അടിയിൽ ഇപ്പോൾ പിന്നെ ജയിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അലിയാണ് 2 തവണ ജയിച്ചത്. ഞങ്ങളെ പാർട്ടി ചിഹ്നം 1965 ശേഷം മങ്കടിയിൽ ജയിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നെ ഇതും കൂടി അതിന് മുമ്പിലുണ്ട്. അപ്പോൾ ആ രീതി അതിലാണ് ഇങ്ങനെ ഒരു ഇത് വന്ന് കിട്ടിയത്. നിങ്ങൾ തന്നെ ജയിപ്പിച്ച അലിയെ നിങ്ങൾ തന്നെ തോൽപ്പിക്കാനുള്ളൊരു ദൗത്യം സംശയമില്ല അതിനകത്ത്. അതിന് ജനം ഞങ്ങളൊപ്പമുണ്ട്. അതിന് മുസ്ലിം ലീഗിനകത്തും ജനങ്ങളുണ്ട്. കഴിയുന്നുള്ളതാണ് ഞങ്ങളെ വിശ്വാസം. പിന്നെ അതെന്താ പറഞ്ഞാൽ പിന്നെ അവരിപ്പോൾ നമുക്കറിയില്ല, അവർ പറയുന്നുണ്ട് പിന്നെ ഇയാൾ വളരെ മോശമാണ്. പിന്നെ അതിന് സ്ഥാനാർത്ഥിത്വമല്ല ഇവിടെ അതിൽ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു MLA വേണം. ആ MLA ഭരണകക്ഷിക്കൊപ്പമാണ്. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയൊക്കെ പിന്നെ സജീവമായിട്ടുണ്ടാവും. എന്താ അംശം നമ്മൾ തന്നെ ലീഡ് ചെയ്യും. കാരണം ഇതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 3 തെരഞ്ഞെടുപ്പ് ലീഡ് ചെയ്ത് നമ്മൾ തന്നെയല്ലേ. അപ്പോൾ അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. തൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ല വിഷയം. ഇവിടെ ഇടതുപക്ഷം വിജയിക്കലാണ് അത്യാവശ്യം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും, അതിൽ ഒരു നിരാശയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവിടെ മങ്കടയിൽ ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എന്ന് പറയാൻ കഴിയും. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കാരാട്ട് റസാഖ് മുന്നണി വിട്ടത് LDFന്റെ വിജയസാധ്യതകളെ ബാധിക്കില്ലെന്ന് കൊടുവള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥി സലിം മടവൂർ. മണ്ഡലത്തിലെ വികസന മുരടിപ്പും നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികളും ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് തേടുന്നത്. UDF നടത്തിയ ദുഷ്പ്രചാരണങ്ങൾ ജനം തെറ്റിദ്ധരിച്ചതിനാലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ LDFന് തിരിച്ചടിയുണ്ടായത്. ആ തെറ്റിദ്ധാരണ മാറിയതായും സലിം മടവൂർ ന്യൂസ് 18നോട് പറഞ്ഞു. എതിരാളികൾക്ക് എന്താണ് എന്നുള്ളത് എൻ്റെ വിഷയമല്ല. എനിക്ക് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് പറയാനുള്ളത്. എൻ്റെ പൊതുപ്രവർത്തനമാണ് ആളുകൾ വിലയിരുത്തേണ്ടത്. എൻ്റെ രാഷ്ട്രീയമാണ് ആളുകൾ വിലയിരുത്തേണ്ടത്. അതിനാണ് വോട്ട് ചോദിക്കുന്നത്. എതിർപ്പാളയത്തിൽ എന്തുണ്ടായാലും അതിൻ്റെ നെഗറ്റീവ് ചോദിച്ചല്ല ഞാൻ വോട്ട് ചോദിക്കുന്നത്. എൻ്റെ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വോട്ട് ചോദിക്കാനുള്ളത്. ആളുകൾ എൻ്റെ പോസിറ്റീവ് നോക്കി തന്നെയാണ് അത് പരിഗണിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ തയ്യാറാവേണ്ടത്. എൻ്റെ പ്രവർത്തനത്തിനാണ് വോട്ട് ചോദിക്കേണ്ടത്. ഞാനൊരു MLA ആയാൽ എൻ്റെ രാഷ്ട്രീയ സംവിധാനം മുന്നണി അത് മുന്നോട്ട് വിജയിച്ചാൽ എന്താണ് കൊടുവള്ളിക്ക് മെച്ചമുണ്ടാവുക? ഈ കൊടുവള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ, ഈ കൊടുവള്ളിയിൽ കൂടുതൽ ചെറിയ വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായം, ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ് പോലും ഈ കൊടുവള്ളി മണ്ഡലത്തിലില്ല. കൊടുവള്ളി വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ഗതാഗതക്കുരുക്കാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. എന്ത് ചെയ്യാൻ പറ്റും? അതേക്കുറിച്ചാണ് എൻ്റെ ചിന്ത. അല്ലാതെ ആരോ പോയോ വന്നോ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമേ അല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായി PDP. നിരുപാധിക പിന്തുണയല്ല, തങ്ങൾ വ്യക്തമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് എന്ന് PDP നേതാക്കൾ പറയുന്നു. സർക്കാർ രൂപീകരിക്കുമ്പോൾ ഒരു ഘടകകക്ഷിക്ക് നൽകുന്ന പരിഗണന ലഭിക്കും. 2001 UDFന് പിന്തുണ നൽകിയിരുന്നു. അന്ന്
ഫാസിസത്തിന് കുടപിടിക്കുന്ന നിലപാടാണ് AK ആന്റണി എടുത്തത്. PDP എന്നും PDP നേതാക്കൾ പറഞ്ഞു. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എടുത്ത തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാനാണ്. അബ്ദുൽ നാസർ മഅ്ദനി അക്കാര്യം ഇവിടെ പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ അടിസ്ഥാനപരമായ ചില കാരണങ്ങളുമുണ്ട്. കേരളത്തിൽ ഉയർന്നു വരുന്ന മതഭീകര രാഷ്ട്രവാദത്തിനെതിരെയുള്ള സംഘപരിവാറിൻ്റെ ശക്തമായ നിലയിലുള്ള മതതീവ്രവാദ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് കഴിയൂ എന്ന തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ PDPയുടെ ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനി ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലെടുപ്പിച്ച തീരുമാനം അതാണ്. ആ തീരുമാനമാണ് ഇന്നിവിടെ പ്രഖ്യാപിച്ചത്. BJPയെ പരാജയപ്പെടുത്തുക എന്നത് SDPIയുടെ മാത്രം ബാധ്യതയല്ലെന്ന് SDPI ജില്ലാ അധ്യക്ഷനും കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥിയുമായ CL സവാദ്. BJP പേടി പറഞ്ഞ് വോട്ട് തട്ടുകയെന്ന തന്ത്രം മാറ്റി വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കണമെന്നും സവാദ് ന്യൂസ് 18നോട് പറഞ്ഞു. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് കനത്ത വെല്ലുവിളിയായി മാറുകയാണ് SDPIയുടെ സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരത്ത് KM അഷ്റഫാണ് SDPI സ്ഥാനാർത്ഥി. BJPയും മുസ്ലിം ലീഗും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് ഇവ രണ്ടും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. BJPയും മുസ്ലിം ലീഗും നേർക്കുനേർ മത്സരം നടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ SDPIയുടെ സാന്നിധ്യം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം LDF ഷഹനാസ് പാദൂറിനെയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്തായാലും കാസർഗോഡ് മണ്ഡലത്തിൽ തീപാറും പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മോടൊപ്പം SDPI സ്ഥാനാർത്ഥി തന്നെ ചേരുന്നു. CA സവാദാണ്, ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ SDPI എന്തുകൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു? നിലവിലെ കാസർഗോഡ് മണ്ഡലത്തിലല്ല, കേരളത്തിലെ ഏകദേശം മണ്ഡലങ്ങളിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളത് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടങ്ങളിൽ കാസർഗോഡിൽ മണ്ഡലം പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ മറ്റുള്ള മണ്ഡലങ്ങളിലും പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അറിയിപ്പ്. വോട്ടുകൾ ഭിന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല SDPIയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ? അങ്ങനെയുള്ളൊരു സാധ്യത നമ്മൾ ഇതിൽ കണ്ടെത്തിയിട്ടില്ല. അങ്ങനൊരു വോട്ട് ഭിന്നിപ്പിൻ്റെ സാധ്യത ഇല്ല. BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് SDPIയുടെ മാത്രം ബാധ്യതയല്ല. ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ, ഞങ്ങൾ നേരത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ഇടത് വലത് മുന്നണികളിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുന്ന തീരുമാനമാണെങ്കിൽ അത് ഞങ്ങൾ പിന്തുണക്കുമെന്നുള്ളത് നമ്മുടെ നയപ്രഖ്യാപനമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അതിനെ പിന്തുണക്കും. അല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് പരമാവധി ജനാധിപത്യ രീതിയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് പരമാവധി വോട്ട് കൈക്കലാക്കുക എന്നുള്ളതാണ് SDPIയുടെ ഈ പ്രാവശ്യത്തെ തീരുമാനം. SDPI പല മണ്ഡലങ്ങളിലും അവരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ശക്തിയാണെന്ന് തെളിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. കാലങ്ങളായി ഒരു BJP പേടി പറഞ്ഞുകൊണ്ട് വോട്ട് തട്ടുക എന്നുള്ള തന്ത്രമാണ്. വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കണമെന്നാണ് നമുക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം വികസനമാണ് മുദ്രാവാക്യം. കാരണം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ മതിയായ ചികിത്സ ലഭിക്കുന്നില്ല. മെഡിക്കൽ കോളേജാണെങ്കിൽ തുടങ്ങി പാതി വഴിയിൽ നിൽക്കുകയാണ്. അതും കാസർഗോഡ് എത്രയോ കിലോമീറ്റർ പിറകിൽ തുടങ്ങിയ അവിടെ ഒരു സംവിധാനവും നിലവിലില്ല. ഒരു മംഗലാപുരം ലോബിയെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ എല്ലാ മുന്നണികളും എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു എയിംസ് കാസർഗോഡേക്ക് വരുന്ന രീതിയിലുള്ള പ്രവർത്തനം എയിംസ് കൂട്ടായ്മയൊക്കെ ശക്തമായി പ്രഖ്യാപിക്കുമ്പോഴും കാസർഗോഡിൻ്റെ പ്രൊഫസറിൽ എയിംസിനെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം നടത്താൻ ആരും തയ്യാറാവുന്നില്ല. ഇപ്പം അവഗണിക്കപ്പെട്ട ഏത് യാത്രാ കാര്യങ്ങളായാലും ഒരു രാത്രി 7 മണിക്ക് കഴിഞ്ഞാൽ മലബാർ എക്സ്പ്രസ് പോയാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ വണ്ടിയില്ലാതെ നട്ടം തിരിയുന്നൊരവസ്ഥയാണ് നിലവിൽ കാസർഗോഡ് ജനത അനുഭവിക്കുന്നത്. തീർച്ചയായും വളരെ യാത്രാ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അപകടം നേരിടുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. അതിനൊരു മാറ്റം വരുത്തണം. ശക്തമായ ജനാധിപത്യ രീതിയിലുള്ളൊരു ഇറങ്ങിത്തിരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു പ്രബുദ്ധരാക്കുക എന്നുള്ളത് SDPIയുടെ നയം പ്രഖ്യാപനം. ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഏറെ നിർണായകമാകുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ SDPIയുടെ സാന്നിധ്യം ആരെ തുണയ്ക്കും? അത് ഏറ്റവും നിർണായകമാണ്. ഏതായാലും കാസർഗോട്ടെ ഫലം അത് പ്രവചനാതീതം തന്നെ. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. അങ്കമാലിയിലെ വികസന മുരടിപ്പാരോപിച്ചാണ് LDFന്റെ പ്രചാരണം. 1987 ശേഷം മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് CPM
മത്സരിക്കുന്നത്. പെരുമ്പാവൂർ മുൻ MLA സാജു പോളാണ് LDF സ്ഥാനാർത്ഥി. 39 വർഷത്തിന് ശേഷം CPM അങ്കമാലിയിൽ മത്സരിക്കുകയാണ്. പെരുമ്പാവൂർ മുൻ MLA അങ്കമാലിയിലെ LDF സ്ഥാനാർത്ഥി സാജു പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പെരുമ്പാവൂരിൻ്റെ ഒരു വികസന നേട്ടവും അതൊക്കെ മുന്നോട്ട് വയ്ക്കാനുണ്ടെങ്കിലും അങ്കമാലി അത്ര പരിചയമില്ലാത്തൊരു മണ്ഡലമായതുകൊണ്ട് എന്താണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് അങ്കമാലിയുടെ ഒരു വികസന ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ നോക്കിയിട്ട്? അങ്കമാലി എനിക്ക് പരിചിതമല്ലാത്തൊരു മണ്ഡലമല്ല. കാരണം MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ 15 കൊല്ലം പെരുമ്പാവൂരിനാണ് പ്രതിനിധീകരിച്ചെങ്കിലും ഈ ജില്ലയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ജില്ലയ്ക്ക് പുറത്തേക്ക് അങ്ങനെ വ്യാപകമായി ഞാൻ സഞ്ചരിച്ചിട്ടില്ല. അങ്കമാലിയിലൊക്കെ എങ്ങനെയും നിത്യേന എന്നോണം ഓരോ കാര്യങ്ങൾക്ക് ബന്ധപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒരു അപരിചിതത്വം ഇല്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രധാന പ്രവർത്തകർ, നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, മറ്റ് സ്ഥാപനങ്ങൾ എല്ലാമായിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അപരിചിതത്വമോ അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു മേഖലയോ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ വളരെ സ്വീകാര്യതയോടെ എല്ലാവരുടെയും ഇടയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താനും ബന്ധപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ശ്രീ ജോസ്റ്റേറ്റയിൽ ആയിരുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ജോസ്റ്റേറ്റയിലൊക്കെ മണ്ഡലത്തിൽ നിന്നും പ്രതിനിധീകരിച്ച സഭയിലെത്തിയിരുന്ന സാഹചര്യം അത് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. ആ ഒരു സാഹചര്യം മാറുന്നു എന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതായത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണി സംവിധാനത്തിൻ്റെ ഒക്കെ തീരുമാനവും ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ ഇപ്പം ഇവിടുത്തെ നിലവിലുള്ള ജനപ്രതിനിധി പോലും ഈ നാട്ടുകാരനല്ലല്ലോ. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിച്ചു, ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ അത്യുന്നത നേതാക്കന്മാർ 2 പേര് ഡൽഹിയിൽ നിന്ന് 3000 കിലോമീറ്റർ ഇപ്പുറം വയനാട്ടിൽ വന്നാണ് മത്സരിക്കുന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ പല ക്രമീകരണങ്ങളുടെ ഭാഗമായി LDFൻ്റെ UDFൻ്റെ നേതാക്കന്മാർ അത്തരത്തിൽ മണ്ഡലം മാറിയോ ജില്ല മാറിയോ ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. അതൊന്നും രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തെ അല്ലെങ്കിൽ ഒരു നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമൊന്നുമല്ല. അത് കുറച്ചു കാലമായിട്ട് UDF കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ എന്താണ് അങ്കമാലി മണ്ഡലത്തിന് പ്രധാനമായിട്ടും വികസന മുന്നേറ്റം അല്ലെ വികസന മുരടിപ്പ് എന്ന് LDFന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുകയാണ്? 19 വർഷം UDFൻ്റെ നേതൃത്വത്തിലിരുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിച്ച മണ്ഡലത്തിലാണ് 2001 ഞാൻ പെരുമ്പാവൂരിൽ വിജയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ 10 വർഷം LDF സർക്കാരായിരുന്നെങ്കിലും നമുക്ക് അങ്കമാലിയിലും അതുപോലെ പെരുമ്പാവൂരും എല്ലാവരും കൂടി യോജിച്ച് വികസന കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു സംസ്കാരം. അത്തരത്തിൽ ഈ അതിർത്തി തർക്കം അതിർത്തിയിൽ നിർത്തിക്കൊണ്ട് ബാക്കി പൊതുവിഷയങ്ങളിൽ യോജിക്കുക, സഹകരിക്കുക, അങ്ങനെയാണല്ലോ നമുക്ക് പല കാര്യങ്ങളും സാധ്യമാക്കിയെടുക്കാൻ പറ്റണത്. അത്തരത്തിലൊരു സമീപനം ഇവിടെ പെരുമ്പാവൂരുണ്ടായിട്ടില്ല എന്ന് എനിക്ക് നേരിട്ട അനുഭവങ്ങളാണ്. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ എന്നാണ് ഇവിടെ ഈ മണ്ഡലത്തെ മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന ബഹുമാന്യരായ നേതാക്കന്മാരുൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ സജീവമായി LDFൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരിൽ ആരെയും അവരെ മാത്രമല്ല ആ രീതിയിൽ പരിഗണിക്കപ്പെടേണ്ട പലരെയും അവഗണിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ 10 വർഷക്കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഏത് കാര്യത്തിനും ദീർഘകാലവും ഹ്രസ്വകാലവുമുണ്ട്, പ്രത്യക്ഷ ഫലങ്ങളും പരോക്ഷ ഫലങ്ങളുമുണ്ട്. 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് സിറ്റിംഗ് MLA ആയ റോജി M. ജോൺ അങ്കമാലിയിൽ വോട്ട് തേടുന്നത്. അങ്കമാലി ബൈപ്പാസും പിൽഗ്രിം ടൂറിസവും അടക്കം നിരവധി പദ്ധതികളാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പെടുന്നത്. പ്രതിപക്ഷ MLA ആയതിനാൽ കിഫ്ബി പദ്ധതികൾ പലതും മണ്ഡലത്തിൽ നടപ്പാക്കാൻ അനുവദിച്ചില്ല എന്നാണ് റോജിയുടെ ആരോപണം. അങ്കമാലി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA റോജി M. ജോൺ ന്യൂസ് 8-നൊപ്പം ചേരുകയാണ്. നമസ്കാരം. എന്താണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എവിടെ? പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. UDFൻ്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ വളരെ സജീവമായി പ്രവർത്തകരെല്ലാവരും പ്രവർത്തന രംഗത്തുണ്ട്. നമുക്ക് ഇന്ന് ആദ്യ റൗണ്ട് നമ്മൾ ഒരു വീട് കയറിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്ന് എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ കേന്ദ്രങ്ങളിലും കടന്നു ചെല്ലുന്ന എല്ലാ മേഖലയിലും നമുക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. കാരണം 10 വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അങ്കമാലിയിൽ മുഴുവൻ സമയവും നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വിഭാഗം എല്ലാ വിഭാഗം ആളുകളുമായിട്ടും അടുത്ത ബന്ധവുമൊക്കെയുണ്ട്. അപ്പോൾ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലയിലും ആളുകൾ നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത്.
മികച്ച ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷമായിട്ട് മണ്ഡലം കൈവശം വെച്ചിരിക്കുന്ന ആളെന്നുള്ള നിലയിലും സ്വാഭാവികമായിട്ട് വോട്ടേഴ്സ് എല്ലാവരും പരിചിതരായിരിക്കും. അത് കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട്. എന്നിരുന്നാലും അങ്കമാലിയെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് വയ്ക്കാനുള്ള വികസന നയങ്ങൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകും? 10 വർഷമാകുമ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവും, കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതുതായിട്ട് എന്തെങ്കിലും? അല്ല, അങ്കമാലിയെ സംബന്ധിച്ച് പ്രധാനമായും 2 വിഷയങ്ങൾ. ഒന്ന്, കാലടിയിലെ ഒരു പുതിയ സമാന്തര പാലം എന്നുള്ളതായിരുന്നു. അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പണം അനുവദിച്ചിട്ട് അന്ന് അത് നടന്നില്ല. എന്തായാലും ഒത്തിരി തർക്കങ്ങളും പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ച് ഇപ്പോൾ പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. പാലം നിർമ്മാണം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഏതാനും നാളുകൾക്കുള്ളിൽ പാലം തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അത് വലിയൊരു നേട്ടം തന്നെയാണ്. രണ്ടാമത്, അങ്കമാലിയിലെ പ്രധാന പ്രശ്നം, അങ്കമാലി ഒരു ബൈപ്പാസ് ആവശ്യമാണ്. വർഷങ്ങളായി എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നു. കിഫ്ബി വഴി അതിന് പണം അനുവദിച്ച് പ്രഖ്യാപനമുണ്ടായി. പക്ഷേ സ്വാഭാവികമായും കിഫ്ബിയുടെ വർക്കുകളൊക്കെ നമുക്കറിയാം, വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അങ്കമാലി ബൈപ്പാസിനോടൊപ്പം ഒരുമിച്ച് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 16 ബൈപ്പാസ് പദ്ധതികളുണ്ട്. ആ 16-ൽ ഒരു പദ്ധതി പോലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. കാരണം അത് കിഫ്ബിയുടെ രൂപകൽപ്പനയിൽ അല്ലെങ്കിൽ കിഫ്ബി പദ്ധതികൾക്കുണ്ടാകുന്ന കാലതാമസം. ഇപ്പോൾ 1 ലക്ഷം കോടിയുടെ പദ്ധതികൾ എന്ന് വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. ഈ 1 ലക്ഷം കോടിയുടെ പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ആകെ അത് പ്രഖ്യാപനമാണ്. 30,000 കോടിയുടെ പദ്ധതിയേ നടന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ശരാശരി 3,000 കോടിയുടെ പദ്ധതി മാത്രമാണ് നടന്നിരിക്കുന്നത്. 10 വർഷം കൊണ്ട് 30,000 കോടി എന്ന് പറയുമ്പോൾ കേവലം ഒരു വർഷം 3,000 കോടിയാണ്. ഒരു കേരളം പോലെ സംസ്ഥാനത്ത് ഒരു വർഷത്തിലൊരു 3,000 കോടിയുടെ വികസനം എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൃശൂർ വിട്ട് എവിടെയും പോകാൻ തനിക്ക് കഴിയില്ലെന്ന് BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വീണ്ടും ഒരു അവസരം വന്നപ്പോൾ അതുകൊണ്ടാണ് തൃശൂർ ചോദിച്ചു വാങ്ങിയത്. വ്യക്തിബന്ധമുള്ള കോൺഗ്രസുകാർ പോലും ഇവിടെ തനിക്ക് വോട്ട് ചെയ്യും. കോൺഗ്രസിനെ പോലെ പിന്നിൽ നിന്ന് കുത്തുന്നവരുടെ പാർട്ടിയല്ല BJP എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. തൃശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരത്തിന് ഇറങ്ങുന്നു എന്നത് തന്നെയാണ് BJP പ്രവർത്തകരെ, NDA ക്യാമ്പുകളെ പൊതുവെ ആവേശഭരിതമാക്കുന്നത്. പത്മജ വേണുഗോപാൽ ഇത് ആദ്യമായല്ല മത്സര രംഗത്തേക്ക് വരുന്നത്. എങ്കിലും BJPയുടെ ബാനറിൽ, NDAയുടെ ബാനറിലേക്ക് ഇത് ആദ്യമായിട്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ്. ഇതിനു മുൻപ് 2 വട്ടം മത്സര രംഗത്തൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമാണ് സാഹചര്യങ്ങൾ. എങ്ങനെയാണ് കാണുന്നത്? വളരെ ഏറ്റവും മനസ്സമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയ പ്രൈസ് സെലക്ഷൻ ഞാൻ നേരിടുന്നത്. ഒരു ടെൻഷനും ഇല്ല. എന്തിനു വിളിച്ചാലും നമ്മുടെ കൂടെ ആളുകളുണ്ട്. എന്താ പറയണ്ട, അവർ പറയുന്ന സ്ഥലത്ത് പോവുക, ആളുകളെ കാണുക, ഇതൊക്കെ അല്ലാണ്ട് ബാക്കി ഒരു ടെൻഷനും എനിക്ക് അവർ തരില്ല. എല്ലാം ഓർഗനൈസ്ഡ്. അങ്ങനെ ഒരു ഇലക്ഷൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. 2 വട്ടം തൃശ്ശൂരിൽ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇത്തവണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ തന്നെ ചൂസ് ചെയ്യായിരുന്നു. ഞാൻ തൃശ്ശൂരുകാരിയല്ലേ, ഞാൻ വേറെ എവിടെ പോകാൻ. പിന്നെ അതല്ല, തൃശ്ശൂരിലെ ആൾക്കാർക്ക് ഇപ്പം എന്നെ മനസ്സിലായിട്ടുണ്ട്. അവർക്ക് എന്നോട് സിമ്പതി ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ പത്മേശ്വരി ചെയ്യേണ്ടിയിരുന്നില്ല. അത് തൃശ്ശൂരത്തെ ആൾക്കാരെ ഞാൻ പറയില്ല കേട്ടോ, അവർ നല്ല ആൾക്കാരാണ്. എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒരു കുതികാൽ വെട്ട് ഇതൊക്കെ. അത് കുറേ കോൺഗ്രസ്സിൽ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഇനി കോൺഗ്രസ്സിലേക്കില്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി BJPയിൽ മോദിജി എനിക്ക് ഭയങ്കര ഒരു ആരാധനയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അങ്ങനെ ഇതാവാന്നാകുമ്പോഴാണ് ഈ ഒരു ഇതിന് നമ്മളെ നിയോഗിച്ചത്. ഇതിൽ എത്രത്തോളം ഒരു NDAക്ക് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിൽ പൊതുവേ ഉണ്ടെന്ന് കരുതുന്നു? തൃശ്ശൂർ മാത്രമല്ല, അത് കേരളത്തിലെ മൊത്തത്തിലുണ്ട്. തിരുവനന്തപുരം തൊട്ട് നോക്കിയ അനുകൂലമായ സാഹചര്യം ഉണ്ട്. അതെങ്ങനെ വോട്ടായി വരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും കുറേ സീറ്റുകൾ ഇപ്രാവശ്യം BJP പിടിക്കും. തൃശ്ശൂരിനോടുള്ള ആത്മബന്ധം ആവർത്തിച്ച് പറയുകയാണ് പത്മജ വേണുഗോപാൽ. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഡീൽ ആരോപണം കത്തുകയാണ്. പകൽ വാർത്ത കാഞ്ഞിരപ്പള്ളിയിൽ എല്ലാ പാർട്ടിക്കാരുടെയും വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ N ജയരാജ് പറഞ്ഞു. മത്സര രംഗത്തൊഴികെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ് തന്റെ നേട്ടമെന്ന് അദ്ദേഹം പറയുന്നു. മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചാൽ വികസനം വന്നില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നും ജയരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ ത്രികോണ മത്സരം എന്നാണ് പൊതുവെ വരുന്ന വിലയിരുത്തൽ, ആണോ? ഞാനതിന് മറുപടി പറയുന്നില്ല. മത്സരം ഉണ്ടാകും. കാരണം സ്വാഭാവികമായിട്ടും 3 മുന്നണിയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. മത്സരം സ്വാഭാവികമാണല്ലോ. എല്ലാ മണ്ഡലങ്ങളിലുള്ള തന്നെയുള്ള മത്സരം കാഞ്ഞിരപ്പള്ളിയിലുമുണ്ട്. ഈ പൊതുവെ N ജയരാജനോടുള്ള വ്യക്തിപരമായ അടുപ്പമൊക്കെ കാരണം ഈ BJPക്കാരൊക്കെ പരമ്പരാഗതമായി വ്യക്തിപരമായി ഒരുപാട് വോട്ടൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ ജോർജ് കുര്യൻ എന്ന് പറയുന്നൊരു കുറച്ച് BJPയുടെ പഴയ ആളല്ലേ, അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ? അതെനിക്ക് സത്യത്തിൽ ഞാനൊരു ജനപ്രതിനിധിയായിട്ട് ഇപ്പോൾ 20 വർഷം MLA ആയി. ഒരിക്കൽ പോലും ഞാനൊരു
രാഷ്ട്രീയ MLA ആയ ശേഷം മത്സരത്തിൻ്റെ രംഗത്ത് ഞാൻ സ്വാഭാവികമായിട്ട് തന്നെ മുന്നണിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ജനപ്രതി ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ രാഷ്ട്രീയ ഭേദങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടൊരു പക്ഷേ എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ടുള്ള എൻ്റെ സൗഹൃദങ്ങൾ ഞാൻ വളരെയേറെ സൂക്ഷിക്കുന്ന ഒരാളാണ്. ആ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ് അവരൊക്കെ എന്നെ സഹായിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അത് വ്യക്തിപരമായിട്ടുള്ളത് അവരൊരിക്കൽ പോലും, കാരണം ഞാൻ ആളുകളുമായിട്ടുള്ള എൻ്റെ ഒരു ആത്മബന്ധമാണ്. എനിക്ക് വ്യക്തിപരമായി പേര് പറഞ്ഞ് വിളിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉള്ള ഇത്രയും കാലം കൊണ്ടാണ്. രണ്ടാമത് എൻ്റെ അച്ഛനുമായിട്ടുള്ള ഒരു ദീർഘബന്ധമുള്ളൊരു മണ്ഡലമാണ്. അപ്പം ഒരു തലമുറയ്ക്ക് അവർക്കെല്ലാം ആ രീതിയിൽ പരിചിതനാണെങ്കിൽ ഞാൻ വന്ന ശേഷം പിന്നീട് വന്നവരെ ആ രീതിയിൽ പരിചിതരാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം ഈ മണ്ഡലത്തിൽ കാലങ്ങളായി സൂക്ഷിക്കുന്നുണ്ട്. ആ ബന്ധത്തിനകത്ത് ഒരു കോട്ടം ഉണ്ടാകാതെ എല്ലാ ആളുകളെയും ഒരുപോലെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാത്മവിശ്വാസം. ആ ആത്മവിശ്വാസമാണ് മത്സരിക്കുന്നതിൽ എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ മുന്നണിയിലാണ്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി നമുക്കറിയാം, വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ രീതിയിൽ അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അനുകൂലമായ ഘടകങ്ങളാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ UDFന്റെ സ്ഥാനാർത്ഥി വന്നു, അധ്യാപകൻ ഒക്കെ ആയിട്ടുള്ള ആൾ, അദ്ദേഹം എങ്ങനെയാണ് അതിനെ? വളരെ എൻ്റെ അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹം. ഞാൻ MLA ആയിരുന്ന കാലത്ത് അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പല കാര്യങ്ങളിലും അദ്ദേഹം എഴുതാറുണ്ട്. ഞാനും ആ രീതിയിലും എഴുതുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആ രീതിയിലുള്ള നല്ലൊരു സൗഹൃദം എക്കാലത്തും നമ്മൾ പുലർത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹമായിട്ടും ഈ രണ്ടുപേരെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അടുത്തറിയാവുന്ന ആളുകളാണ്. നല്ല സൗഹൃദം ഏകാലത്തും ഉണ്ട്. തെരഞ്ഞെടുപ്പ് 9-ാം തീയതി കൊണ്ട് അവസാനിക്കും. പക്ഷേ എങ്കിലും സൗഹൃദങ്ങൾക്കൊരിക്കലും ഒരു മാറ്റം ഉണ്ടാകില്ല. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.